കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തിക്കാൻ ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 61 സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറങ്കിലേക്ക് എന്നെ നടത്തണമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എന്നുള്ളതാണ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനായ ദാവീദ് അനവധിയായ പ്രതിസന്ധികളെ നേരിട്ട ആളാണ്. തനിക്ക് പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴെല്ലാം താൻ മനുഷ്യരിൽ ആശ്രയിക്കാതെ യഹോവയായ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു എന്നാണ് തന്നെക്കുറിച്ച് മുഴുവൻ പഠിക്കാൻ കഴിയുന്നത്. പറഞ്ഞാൽ ദാവീദിനെ കുറിച്ച് മുഴുവൻ പഠിക്കാൻ കഴിയുന്നത്. ഒരു പ്രതികൂലം നടന്നപ്പോൾ ദാവീദ് പറയുന്നത്, ദൈവമാണ് എൻ്റെ അഭയസ്ഥാനം എന്നുള്ളതാണ് ദാവീദിന്റെ മനസ്സിന്റെ ഉറപ്പ്. ഹല്ലേലൂയ. പല സന്ദർഭങ്ങളിലും നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ തളർന്നു പോകാറുണ്ട്, ഹല്ലേലൂയ, ക്ഷീണിച്ചു പോകാറുണ്ട്. മതി കർത്താവി, എന്റെ പ്രാണനെ അങ്ങ് എടുത്തുകൊള്ളണമേ എന്ന് വേദനയോടെ നിങ്ങളും പറഞ്ഞിട്ടുള്ള സാഹചര്യമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ തളർന്നു പോയിട്ടുണ്ട്, നിരാശപ്പെട്ടു പോയിട്ടുണ്ട്, ക്ഷീണിച്ചു പോയിട്ടുണ്ട്, സങ്കടപ്പെട്ട അനുഭവമുണ്ട്. മതി, ഇനി എനിക്ക് ഈ ഭൂമി ജീവിതം വേണ്ട, മരണം മതി, എന്നെ അങ്ങ് എടുക്കണമേ എന്ന് പറഞ്ഞ് എത്രയോ പ്രാവശ്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യങ്ങൾ നിങ്ങൾ ദൈവത്തോട് പരാതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദാവീദ് രാജാവ് ചെയ്തത് നമ്മൾ പറയുന്നത് പോലെ പറയുകയല്ല ചെയ്തത്. ഹല്ലേലൂയ. അനേകർക്ക് ആശ്വാസത്തിന്റെ ഒരു പാത്രമായിരുന്നു ദാവീദെങ്കിലും തന്റെ സങ്കടങ്ങളും തന്റെ കണ്ണുനീരുകളും ദുഃഖങ്ങളും തന്റെ കൂടെ നിൽക്കുന്ന ജനത്തോട് പറയാതെ താൻ ദൈവത്തോട് പറയുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതാണ് ഈ വചനം നമ്മൾ വായിച്ചത്. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എന്നെ കേൾക്കുന്ന സ്നേഹിത, എനിക്കും നിങ്ങൾക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, വലിയ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം നമ്മുടെ സഹപ്രവർത്തകരോട് കൂടെ നിൽക്കുന്നവരോടാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദാവീദ് എന്ന് പറയുന്ന വ്യക്തി തന്റെ കൂടെ നിൽക്കുന്നവരോടോ തന്റെ ഭാര്യയോടോ തന്റെ മക്കളോടോ ഒന്നും വിവരം അറിയിക്കാതെ അവൻ അത്യുന്നതനായ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് തന്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ കഴിയുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ടെന്ന് ഉള്ള അടിയുറച്ച വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് വചനം കേൾക്കുന്ന ശ്രോതാവേ, നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, നീ തളർന്നു പോയ, നീ ക്ഷീണിച്ചു പോയ, നീ മാമി പരാജയപ്പെട്ടു പോയ, നിരാശപ്പെട്ടു പോയ സ്ഥാനത്ത് മതി എന്ന് പറഞ്ഞൊരു ജീവിതം നീ അവസാനിപ്പിക്കാൻ നോക്കിയിരിക്കുകയാണോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പറയുന്നത്, നിന്റെ ജീവിതം നീയായിട്ട് അവസാനിപ്പിച്ച് കളയരുത്. നിന്റെ ഏത് വിഷയത്തിനും പ്രതിഫലം നൽകുന്ന നിന്റെ പ്രതികാരികളോട് നിന്റെ പ്രതികൂല സാഹചര്യം നീക്കി നിന്നെ ഉന്നതമായ വഴിയിലേക്ക് നടത്തുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് ശക്തമായ ദൂതി പ്രഭാതത്തിൽ ഞാൻ കൂടെ പറയുകയാണ്. നിങ്ങളുടെ ഒരുപാട് പ്രതികൂലമായ പ്രതികാരത്തിന്റെ അനുഭവങ്ങൾ നിങ്ങൾ കടന്നു വരും. ഒരുപാട് പേര് നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ നിൽക്കുന്നുണ്ട്. നമ്മൾ നിന്നോട് ഞാൻ പ്രതികാരം വീട്ടും, നിനക്ക് ഞാൻ പ്രതികാരം ചെയ്യും എന്നൊക്കെ പറയുന്ന എത്രയോ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ പലരും നോക്കിയിരിക്കെ അവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കുമെന്ന്. നീ തളരാനല്ല ദൈവം നിന്നെ ഭൂമി സൃഷ്ടിച്ചത്. നീ മടുത്തു പോകാനല്ല, നിരാശപ്പെട്ടു പോകാനല്ല, ചെറിയ ചെറിയ സങ്കടങ്ങൾ വരുമ്പോൾ നിന്റെ ജീവിതത്തെ നീ കൊണ്ട് അവസാനിപ്പിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്റെ പരാജയത്തിന്റെ നടുവിൽ നിന്നോട് പ്രതികാരം തീർക്കുന്നവരുടെ നടുവിൽ നിന്നെ മാനിച്ചുയർത്തുവാനാ ദൈവം നിന്നെ വിളിച്ചത്. അവിടെ സങ്കടപ്പെട്ടി പ്രഭാതത്തിൽ ആരെങ്കിലും വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നീ ഒരു പുതിയ തീരുമാനമെടുത്ത് അത്യുന്നതനായ പാറയിലേക്ക് നോക്കി. എന്ന് ഈ അത്യുന്നതനായ പാറകളിൽ ദൈവത്തെ പറഞ്ഞ ദൈവത്തിലേക്ക് നോക്കി നിന്റെ സങ്കടങ്ങൾ നീ പങ്കുവെക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിനക്കൊരു ആശ്വാസകരമായി മാറും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദാവീദ് തന്റെ കൂടെയുള്ളവരോടൊന്നും ഈ പ്രശ്നം പറയാതെ ദൈവത്തോട് ഈ പ്രശ്നം പറയാം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ കഴിവുള്ളവൻ യേശുവാ. ഞാൻ എപ്പോഴും എൻ്റെ അനുഭവങ്ങളോട് ചേർത്ത് പറയാറുണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് എനിക്ക് പ്രാർത്ഥന ആവശ്യമുള്ളതുകൊണ്ടാണ്. ഈ ദാവീദ് പോയതിൽ ഒരുപാട് പ്രതിസന്ധികളെ ഞാൻ നേരിടുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ കഴിയാത്ത വിധത്തിൽ തളർന്നു പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന, പരാജയപ്പെട്ടു പോകുന്ന, നിരാശപ്പെട്ടു പോകുന്ന അനവധി സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുമുണ്ട്. അതിൻ്റെ
നടുവിൽ ഞാൻ ക്ഷീണിച്ചു പോകാൻ നിൽക്കുന്ന ഈ ദൈവവചനം വായിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്കൊരു ഉറപ്പും ഒരു ബലവും ഉണ്ടാകുന്നത്. രക്തം ചെയ്യാം, ഹല്ലേലൂയ. ആമേൻ. ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുന്ന ഒരു ആശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അല്ല, എന്നോടൊരു പ്രാർത്ഥന വിഷയം ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ആ വിഷയം മറന്നു പോകാതെ, ഞാൻ ആ വിഷയം മറന്നു പോകാതെ ഞാൻ അവരോട് പറയും, നിങ്ങളുടെ പ്രാർത്ഥന വിഷയം നിങ്ങൾക്ക് വാട്സപ്പിൽ അതിൽ എഴുതിയിട്ട് എൻ്റെ നമ്പറിൽ അയക്കുക. അപ്പോൾ എനിക്ക് ആ വിഷയം എപ്പോഴും കാണാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ അവരുടെ വിഷയങ്ങൾ എൻ്റെ ബുക്കിൽ എഴുതി വെക്കും, അല്ലെങ്കിൽ എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ അവരെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അതെൻ്റെ ഒരു ജീവിതത്തിൽ ഒരു ശൈലി ഞാൻ പണ്ട് തൊട്ട് ചെയ്തു വരുന്നത്. അത് ഇന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളെ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കാമെന്നല്ല, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് എൻ്റെ പേരറിയില്ലെങ്കിലും നിങ്ങളുടെ പേരുകൾ എനിക്കറിയില്ലെങ്കിലും നമ്മുടെ പേരറിയുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ഇതിൻ്റെ പ്രശ്നം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാനിന്ന് ഈ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അറിയുന്ന ദൈവമുണ്ട്. നമ്മൾ ഏത് വിഷയത്തിൽ തന്നെ ഒരു മനസ്താപത്തോടു കൂടെ ഇരിക്കുന്നുള്ളത് അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്നെ കൈവിട്ട് കളയുന്നവനല്ല ദൈവം. നിന്നെ അനാഥനായി വിടുന്നവനല്ല, നിന്നെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല. അവനെ മാറോട് ചേർത്ത് പിടിക്കുന്നവൻ. ആ രക്തം ചെയ്യും വിശ്വസി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ദാവീദിന് ദൈവത്തിൽ നിന്നുള്ള അകൽച്ച ഭക്തന് ഒരു ദുസ്സഹമായി തോന്നുക. എന്നാൽ ഭൂമിയുടെ അറ്റത്തു നിന്ന് ഞാൻ നിലവിളിക്കുമ്പോൾ, ഞാൻ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കുമെന്നാണ്. അല്ലേ എന്ന് പറഞ്ഞാൽ, എന്നെ കേൾക്കുന്നവരെ, ഈ ദൈവത്തെ നകന്നു പോയ ഒരു അനുഭവത്തിന്റെ നടുവിൽ ദാവീദ് എത്തിപ്പോയി. അത് തനിക്ക് വളരെ ദുസ്സഹമായി തോന്നി. ഹല്ലേലൂയ. ആ ദുസ്സഹമായി തോന്നിയ സാഹചര്യത്തിൽ അത്യുന്നതമായ പാറ വലിയവനായ ദൈവമാണെന്ന് മനസ്സിലാക്കി ആ ദൈവത്തിലേക്ക് വീണ്ടും ദാവീദ് മടങ്ങി വരിക. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ നമുക്കും കടന്നു വരാം കേട്ടോ. നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴാണ് നമ്മളും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന, ഒരുപാട് ദൂരത്ത് പോകുന്ന ഒരു അനുഭവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ചില നാളുകൾക്കും വളരെ സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കം അനുഭവിച്ച. ഹല്ലേലൂയ. എൻ്റെ കുട്ടി പഠിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എനിക്ക് കുട്ടിയുടെ ഫീസ് കൊടുക്കണം, മറ്റു മാർഗങ്ങളൊന്നുമില്ല, വഴികളൊന്നുമില്ല. പലരോടും ചോദിച്ചിട്ട് ഒരു വഴികളും തുറക്കാതെ വന്നപ്പോൾ അന്ന് ഞാൻ ഒരുപാട് ഭാരപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച്, കർത്താവേ, നീ ആണല്ലോ വിളിച്ചത്, വേർതിരിച്ചത്, നീ ആണല്ലോ ഈ ഭൂമിയിലാക്കി വെച്ചത്, നീ ആണല്ലോ ഈ ദൈവത്തിന് എന്നെ ഏൽപ്പിച്ചത്, നീ ആണല്ലോ പ്രസംഗിപ്പാൻ കൃപ നൽകുന്നത്, നീ ആണല്ലോ എന്നെ നിലനിർത്തിയിരിക്കുന്നത്. അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദൈവത്തിന് അകന്നു പോകാതെ ഞാൻ ദൈവത്തോട് ചേരുവാൻ തുടങ്ങി. ആദ്യം മനസ്സിൽ അങ്ങനെ ചെന്ന് വന്നപ്പം ഇത് അതിനെ പോലെ ഒരുപാട് അകന്നു പോയതുപോലെ എനിക്കും തോന്നി. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നേ. പക്ഷെ അതിനെല്ലാം പോക്ക് വഴി തുറക്കാൻ ദൈവം വിശ്വസ്തനാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുവാൻ കഴിയണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അങ്ങനെ പ്രാർത്ഥന ഒരു നിമിഷങ്ങളിൽ എന്നെ ഓർക്കണം കേട്ടോ. അല്ലെങ്കിൽ അപ്പൊ ഇവിടെ ദൈവത്തിന് അത്യുന്നതമായ പാറ വലിയവനായ ദൈവമാണ്. അവിടെ രക്ഷയുണ്ട്, പരിപാലനമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, അത്യുന്നതനായ പാറ എന്ന് പറയുന്ന വലിയവനായ ദൈവം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്നെ കരുതുന്നുണ്ട്. അവിടെ നിനക്കുള്ള കരുതലുണ്ട്, നിനക്കുള്ള പരിപാലനമുണ്ട്, നിനക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആശ്വാസമുണ്ട്. നിന്നെ ചേർത്ത് പിടിക്കുവാൻ യേശുവിന്റെ കരങ്ങൾക്ക് കഴിയും. വിശ്വസിനി സ്തോത്രം പറഞ്ഞാട്ട്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെതാ, ശാസനയില്ല. ഹല്ലേലൂയ. ശാസനയില്ലെന്ന് പറയുമ്പോൾ ദൈവം നമ്മൾ പാപം ചെയ്താൽ ശാസിക്കും കേട്ടോ. പക്ഷെ നമ്മൾ പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വന്ന് അത്യുന്നതനായ പാറയായിരിക്കുന്ന നമ്മുടെ സർവശക്തനായ ദൈവം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിങ്ങൾ ചേർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ സകല പ്രശ്നങ്ങളെ പരിപാലിക്കാൻ ദൈവത്തിന് കഴിയും. നമ്മളൊരു കുഞ്ഞിനെയൊക്കെ പരിപാലിച്ച് വളർത്തുമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അപ്പനും അമ്മയൊക്കെയാണ്, നിങ്ങൾക്ക് മക്കളുണ്ടായി, നിങ്ങൾ മക്കളെ വളർത്തി വരും. ഇനി മക്കളില്ലാതെ ജീവിതത്തിൽ കുടുംബജീവിതത്തെ പ്രവേശിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളോടും പറയട്ടെ, മക്കളെ വളർത്തി പരിപാലിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധി നിറഞ്ഞതാണ്. മാതാപിതാക്കൾ എത്രമാത്രം കഷ്ടപ്പെട്ട്, എത്രമാത്രം പ്രയാസപ്പെട്ട്, എത്രമാത്രം സൂക്ഷിച്ച് ആണ് കുഞ്ഞുങ്ങളെ പരിപാലിച്ചു കൊണ്ട് നടക്കുന്നറിയാവും.
അല്ലേ? കാരണം അതുങ്ങൾക്ക് കുഞ്ഞു കുട്ടികളാണെന്നൊന്നും അറിയില്ല, തിരിച്ചറിവില്ല. എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള ചിന്തയിൽ മാതാവിന്റെ ഹൃദയം എപ്പോഴും കുഞ്ഞിന്റെ മേൽ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കുറിച്ചായിരിക്കും, പിതാവിനെയും. അങ്ങനെ ഒരു പരിപാലനം കൊടുക്കുവാൻ ഭൂമിയിൽ നമ്മുടെ മാതാപിതാക്കൾ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, മാനകുലത്തിന്റെ രക്ഷകനായിരിക്കുന്ന യേശു കർത്താവിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വാക്കുകളിൽ വർണ്ണിക്കുവാൻ കഴിയാത്തതാണ്. അല്ലേ? അത്രമേ വലിയ പരിപാലനമാണ്. പ്രൈസ്. ഞാൻ ഒരുപാട് അപകടങ്ങളെ തരണം ചെയ്തിട്ടുണ്ട്, ഒരുപാട് അനർത്ഥ നിമിഷങ്ങളെ കടന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെ ദൈവത്തിന്റെ പരിപാലനയോട് കൂടിയിരുന്നു. എന്നെ കേൾക്കുന്ന മാതാവിന്, നീ യാത്ര ചെയ്ത വാഹനങ്ങൾ ഇടിച്ച സമയമില്ലേ? വാഹനത്തിന്റെ മുമ്പിൽ നീ ചെന്ന് ചാടി അനുഭവമില്ലേ? ആമി തെരുവ് നായ്ക്കളുടെ മുമ്പിൽ നീ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടില്ലേ? നിന്റെ ജീവിതത്തിൽ വിവിധ സാഹചര്യങ്ങളിൽ നിന്റെ മരണം മുമ്പിൽ വന്ന നിമിഷങ്ങൾ നീ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നെ പരിപാലിച്ചത് ആരാ? യേശുവാ. ഹല്ലേലൂയ. നീ രോഗിയായി, മാറാരോഗിയായി, കിടക്കയിൽ മാത്രം കിടന്ന അനുഭവങ്ങൾ, ഇനി നിനക്ക് ജീവനില്ല, മുമ്പോട്ടൊരു ജീവിതം കിട്ടുകയിൽ എല്ലാം തീർന്നു, ബന്ധുമിത്രാദികൾ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് ഡോക്ടർമാർ പോലും കൈവിട്ട സാഹചര്യം നിനക്കില്ലേ? ഹല്ലേലൂയ. എന്നാൽ നീ ഇന്ന് ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തെ സ്തുതിക്കണം. കാരണം അത്യുന്നതനായ പാറയായിരിക്കുന്ന നമ്മുടെ വലിയവനായ കർത്താവ്, വാഴ്ത്തപ്പെട്ട യേശു കർത്താവ് നിന്നെ പരിപാലിച്ചത് കൊണ്ടാണ് നീ ഇന്ന് പോലെ നിൽക്കുന്നത്. രക്തം ചെയ്യും വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട്. അതുകൊണ്ട് നിന്നെ പരിപാലിക്കുവാൻ കർത്താവിന്റെ കരമുണ്ട്. ഹല്ലേലൂയ. ആ പരിപാലനം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സമാധാനം കിട്ടുന്നത് മാത്രമല്ല, ശരിയായ സ്ഥാനത്തേക്ക് ദൈവത്തിന് നിന്നെ നടത്താൻ കഴിയും. അവന്റെ കരുതല്, അവന്റെ സംരക്ഷണം, അവന്റെ പരിപാലനം നിന്റെ ശരിയായ സ്ഥാനത്തേക്ക് ദൈവം നടത്തും. ഹല്ലേലൂയ. നമ്മൾ എവിടെയൊക്കെ വഴിതെറ്റി പോയിട്ടുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ദൈവത്തെ വിളിക്കേണ്ടത്. നിനക്കൊരു വീട് വെക്കുവാൻ, നിന്റെ മകളെ കെട്ടിക്കുവാൻ, നിനക്കൊരു വണ്ടി വാങ്ങുവാൻ, നിന്റെ മക്കളെ ജോലിക്ക് വിടുവാൻ, രോഗം വരുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാത്രമല്ല ദൈവത്തെ വിളിക്കേണ്ടത്. നീ കർത്താവായ യേശുക്രിസ്തുവിനെ അനുദിനം വിളിച്ചുകൊണ്ട്, ഹല്ലേലൂയ, അവന്റെ പരിപാലനത്തിന് കീഴിലായിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, സാത്താൻ ഇതിന്റെ മേൽ യാതൊരു അവകാശം ഉണ്ടാകത്തില്ല. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിന്റെ ഗോതമ്പ് പാറ്റുന്ന പോലെ പിശാച് പാറ്റി നിന്നെ തകർത്ത് കളയാൻ പല പ്രാവശ്യം സാത്താൻ ഇടുങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം നിന്നെ കാത്തതാരാ? ദൈവത്തിന്റെ കരങ്ങളാണ്. രക്തം ചെയ്യും. വിശ്വസിക്കാൻ കഴിയുമോ? അത് ദൈവത്തിന്റെ കരുതൽ എന്ന് പറഞ്ഞാൽ അത്ര ശ്രേഷ്ഠമാകട്ടോ. ഭൂമിയിലെ മാതാപിതാക്കളോ, ബന്ധുമിത്രാദികളോ, സ്വന്തത സഹചാരികളോ, സുഹൃത്തുക്കളോ ഒന്നും കരുതുന്ന കരുതലല്ല ദൈവത്തിന്റെ കരുതൽ. അങ്ങനെയായിരിക്കും നമുക്കറിയാം. സ്വന്തം നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മജിയെ നമുക്കറിയാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന വ്യക്തിയാ. അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത് അംഗരക്ഷകന്. അപ്പൊ അദ്ദേഹത്തിന് അംഗരക്ഷകനെ നിർത്തിയത് എന്തിനാ? മഹാത്മജിയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട്. പക്ഷേ മഹാത്മജി പോലും പരിപാലനമില്ലാതായിപ്പോയി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയൊക്കെ നമുക്കറിയാം. അവരെല്ലാം വെടിയേറ്റ് മരിച്ചവരാ. അവർക്കൊക്കെ അംഗരക്ഷകർ ഉണ്ടായിരുന്നിട്ട് പോലും അവരെ പരിപാലിക്കുവാൻ, സംരക്ഷിക്കുവാൻ, അവരെ നേരായ പാതയിലൂടെ നടത്തുവാൻ അവർ വലിയ ശമ്പളം കൊണ്ട് താഴ്ന്നു നിർത്തിയിരുന്നെങ്കിലും നമ്മുടെ ഇന്ത്യയുടെ പ്രഗത്ഭരായിരുന്ന 2 പ്രധാനമന്ത്രിമാർക്ക് പോലും പരിപാലനം കിട്ടിയില്ല. അവരൊക്കെ വെടിയേറ്റ് മരിക്കും നമ്മൾ കണ്ടതാ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രശ്നതാവേ, ഈ ഭൂമിയിലെ പരിപാലനങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ ഭൂമിയിലെ പരിപാലനം നമുക്ക് സംരക്ഷണമല്ലാതായി മാറുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന്റെ പരിപാലനമുണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്നെ മരണക്കിടക്കയിൽ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ കടക്കണിയിൽ നിന്നെ വിടിവിക്കുവാൻ ദൈവത്തിന് കഴിയും. നാളുകളായി തലഞ്ഞായി പണ്ടമില്ലാതൊരു വീടില്ലാതെ, വാടക കൊടുക്കാൻ മാർഗമില്ലാതെ നിന്നയും അപമാനങ്ങളും ഏറ്റ് വളരെ വേദനയോടെ 10, 20, 25 വീട് മാറി താമസിക്കുന്നവരുണ്ട്. അങ്ങനെയോട് പറയട്ടെ, കർത്താവിന്റെ പരിപാലനത്തിന് വേണ്ടി അത്യുന്നതനായ പാറയിലേക്ക് നീ വന്ന് നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് ദൈവം ഒരു പരിഹാരം തരും. രക്തം ചെയ്ത് വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് പകൽ ഞാൻ ചില ദൂതുകൾ പറയാം. ഭവനമില്ലാതെ, തലഞ്ഞായിപ്പാൻ ഇടമില്ലാതെ വർഷങ്ങൾ പല വാടക വീട്ടിൽ കയറി ഇറങ്ങി ഭാരപ്പെടുക ചില ജീവിതങ്ങൾക്ക് ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് പറഞ്ഞ പോലെ, നിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്നെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കും. ഈ വാക്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നേ.
അവിടെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിക്കണം. അവൻ അത്ഭുത മന്ത്രിയാണ്, വ്യക്തം ചെയ്യും. ഇവിടെ ഹല്ലേലൂയ ബക്കറിയ സ്തോത്രം. അപ്പോൾ കർത്താവ് ചെയ്ത കാര്യം, ദാവീദ് നിലവിളിച്ചപ്പോൾ കർത്താവ് ചെയ്ത കാര്യം എന്താണ്? ഭൂമിയുടെ അറ്റത്ത് നിന്ന് കർത്താവ് ദാവീദിനെ എടുത്ത് ക്രിസ്തു എന്ന പാറമേൽ നിർത്തി. ഹല്ലേലൂയ. അവിടുത്തെ ഭൂമിയുടെ അറ്റത്ത് നിന്ന് കർത്താവ് ദാവീദിനെ എടുത്ത് ക്രിസ്തു എന്ന പാറമേൽ നിർത്തി. ഹല്ലേലൂയ. അദ്ദേഹം പോയ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ അനുഭവമാണെന്ന് 40-ാം സംഗീതം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 40-ാം സംഗീതത്തിൽ 1, 2, 3 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആമേൻ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നവൻ എങ്കിലേക്ക് ചാഞ്ഞെന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. ലേരിയ. അത് നമ്മുടെ കാലുകളെ പാറമേൽ നിർത്തുന്ന ക്രിസ്തു എന്ന പാറമേൽ ഉറപ്പിക്കുന്നവനാ. അപ്പൊ ദാവീദിനെ ഭൂമിയുടെ അറ്റത്തു നിന്നും ദൈവം വിളിച്ചിട്ട് എന്ത് ചെയ്തു? തന്റെ കാലുകളെ പാറമേൽ ഉറപ്പിച്ചു. ലേരിയ. അപ്പം ദാവീദിനെ പാറമേൽ നിർത്തി ഭൂമിയുടെ അറ്റത്തു നിന്ന് പറയുമ്പോൾ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്ത അവസ്ഥയാണ് കാണിക്കുന്നത്. ലേരിയ. അമ്മ സ്തോത്രം. ഭൂമിയുടെ അറ്റവും ജീവിതത്തിൽ പ്രത്യാശയില്ലാത്ത അവസ്ഥയാണ് കാണിക്കുന്നത്. അത് ജീവിതത്തിൽ നിങ്ങൾക്കും പ്രത്യാശയില്ലാത്ത, വിശ്വാസമില്ലാത്ത അനവധി സാഹചര്യങ്ങളുണ്ട്. ചിലരോട് എത്ര പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. വിശ്വാസം എന്ന് പറയുന്നത് ചിലരുടെ ജീവിതത്തിൽ അല്ലല്ല. ചിലർക്ക് പ്രത്യാശ എന്ന് പറയുന്നതില്ല. ചിലരോട് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യേശു എന്നൊക്കെ പറഞ്ഞ് മാറിപ്പോകുന്നവരുണ്ട്. കാരണം ഭൂമിയുടെ അറ്റത്ത് പോയി നിൽക്കുന്ന പോലെ ദൈവത്തിൽ നിന്ന് അകന്ന് പ്രത്യാശയില്ലാത്ത അനവധി ആളുകൾ, വിശ്വാസമില്ലാത്ത അനവധി ആളുകളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഭൂമിയുടെ അറ്റത്തു നിന്ന് യഹോവയായ ദൈവം ദാവീദിനെ എടുത്ത് ഒരു പാറമേൽ നിർത്തുക, അത്യുന്നതമായ പാറയിൽ നിർത്തുക. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് അഗാധ പാതാളത്തിൽ അകപ്പെട്ടു പോയ അവസ്ഥയായിരുന്നു ദാവീദിന്റെ. അഗാധമായ കുഴിയില്, ആ ഗർത്തത്തിൽ അകപ്പെട്ടു പോയ സാഹചര്യത്തിൽ ദാവീദിനെ കൈപിടിച്ചുയർത്തിയിട്ട് ക്രിസ്തു എന്ന പാറമേൽ, അതാണ് നമ്മൾ വായിച്ചത്. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അഗാധമായ ഗർത്തത്തിൽ നിന്ന്, ചെളിക്കുണ്ടിൽ നിന്നാണ് കരകയറുവാൻ കഴിയാതെ ചെളിയിൽ പൂഴ്ന്നു കിടന്ന ആ അനുഭവം. ഹല്ലേലൂയ. മരണം മാത്രമേ ജീവിതത്തിലുള്ളൂ എന്ന് ചിന്തിച്ച സമയങ്ങൾ, കുഴിയിലേക്ക് നാശകരമായ കുഴിയിൽ നിന്ന് കുഴിഞ്ഞ ചെളിയിൽ താണുകൊണ്ടിരുന്നപ്പോൾ, സ്തോത്രം, താണുകൊണ്ടിരുന്ന അല്പം കൂടെ കഴിഞ്ഞ് ഒരുപക്ഷെ മുങ്ങി താഴുവാൻ സാധ്യതയുണ്ട്. ചെളിയിൽ മുങ്ങിപ്പോയാൽ പിന്നെ വലിച്ചെടുക്കുക പാടാണ്. ഒരുപക്ഷെ ജീവൻ പോലും കിട്ടത്തില്ല. ആ അനുഭവത്തിലേക്ക് ദാവീദെത്തി. ഹല്ലേലൂയ. ഭൂമിയുടെ അറ്റത്ത് നിന്ന്, നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞിട്ട് അഗാധ ഗർത്തത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? ദാവീദിന്റെ വലം കൈ പിടിച്ചു പൊക്കി. ഹല്ലേലൂയ. അത്യുന്നതമായ പാറയിൽ നിർത്തി അവന്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് ദൂത് കേൾക്കുന്ന സഹോദരനെ, ഇതുപോലെ തന്നെ നാശകരമായ കുഴിയിലും, ഹല്ലേലൂയ, കുഴഞ്ഞ ചേറ്റിനും അഗാധമായ ഗർത്തത്തിൽ വീണ്, ചെളിക്കുണ്ടിൽ വീണ് മരണത്തെ മുഖാമുഖം കാണുന്ന ചില വ്യക്തികളോട് ദൈവം പറയുന്നത്, നീ ദാവീദിനെ പോലെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, അവൻ നിന്നെ ആ ചെളിക്കുണ്ടിൽ പൊക്കിയെടുത്ത് അഗാധ ഗർത്തം, അധമ പാതാളത്തിൽ നിന്നെ പൊക്കിയെടുത്ത് ക്രിസ്തുവാകുന്ന പാറമേൽ നിന്നെ നിർത്തി നിന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നെന്ന് പറഞ്ഞാൽ, നിന്റെ വായിൽ പുതിയ പാട്ട് തന്ന്, ഹല്ലേലൂയ, നീ ദൈവത്തിന് സ്തുതി പാടും. ഹല്ലേലൂയ. അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. അത് നിന്റെ ഉയർച്ചയെ പലരും കണ്ട് ഭയപ്പെടാൻ പോകുക. നിന്റെ നന്മയെ പലരും കണ്ട് ഭയപ്പെടാൻ പോകുക. ഇതെങ്ങനെ സംഭവിച്ചു നാൾക്കാർ നിന്നോട് ചോദിക്കും. നിന്നെ ഒഴിവാക്കി നിർത്തിയ സാഹചര്യത്തിൽ, നിന്നെ മാറ്റി നിർത്തിയ സാഹചര്യത്തിൽ, നിന്നെ കൈവിട്ട് കളഞ്ഞ സ്ഥാനത്ത്, നിന്റെ ഒരു ഫോൺ പോലും എടുക്കാതെ വന്ന ചില സാഹചര്യങ്ങളില്ലേ, അങ്ങനെയുള്ള സാഹചര്യം നിന്നെ മാറ്റി നിർത്തിയ നടുവിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുകയും. പ്രയോഗിച്ചോ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കടന്നുപോയ സന്ദർഭങ്ങളിലേ എന്നോട് പറയട്ടെ, ഞാനിപ്പോഴും സന്തോഷത്തോടെ പറയുന്നത്, നിരാശപ്പെട്ടാൽ അങ്ങനെ ആയി പോകുന്നുണ്ടാകും. അല്ലെങ്കിൽ നിരാശ നമ്മളിപ്പോഴും സങ്കടമായി പോകും. അതുകൊണ്ട് ചിരിച്ചുകൊണ്ടി പറയുന്നത്. കാരണം എനിക്ക് വേദനകളൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് വേദന അനുഭവത്തിൽ കടന്നുപോയപ്പോൾ, ഹല്ലേലൂയ, ഞാൻ പലരെയും എൻ്റെ ഫോണിൽ കൂടെ വിളിച്ചു. ഹല്ലേലൂയ. പലരും വിളിച്ചൊരു ആശ്വാസത്തിനാ. പക്ഷെ ആരും എൻ്റെ ഫോൺ എടുത്തില്ല. ആരും എൻ്റെ ഫോൺ എടുത്തില്ല. കാരണം ഒന്നിനുള്ള പിണക്കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നെ ഞാനുമായിട്ട് സംസാരിക്കാനുള്ള വിദ്വേഷം കൊണ്ടായിരിക്കാം. എല്ലാവരും മറന്നു കളഞ്ഞു.
Praise the Lord. എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കുക. അത്യുന്നതനായ പാറയിലേക്ക് എന്നെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അഗാധ ഗർത്തത്തിൽ ചെളിക്കൊണ്ടിരുന്ന തമ്മ പാതാളം തന്നെ പൊക്കിയെടുത്ത ദാവീദിനെ ഞാമേകാലിൽ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയതുപോലെ ഹല്ലേലൂയ എൻ്റെ കാലുകളെ ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ച് എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുവാൻ എൻ്റെ വായിൽ പുതിയ പാട്ട് തന്ന് പലരും അത് കണ്ട് ഭയപ്പെടുന്ന ഒരു നാളുകൾ എനിക്കുമുണ്ടെന്ന് ഞാനും വിശ്വസിച്ചു. രക്തം ചെയ്യും സംഭവിക്കും കേട്ടോ. നിന്റെ ജീവിതത്തിൽ ചില സംഭവിക്കാൻ പോവുക. നിന്റെ ജീവിതം ഇങ്ങനെ തന്നെ, നിനക്ക് മുമ്പോട്ടൊരു ഗതി ഉണ്ടാകത്തില്ല, ഇത് ഇങ്ങനെ തന്നെ പോകുള്ളെന്ന് പറഞ്ഞ് നിന്റെ മുഖത്ത് നോക്കി നിന്നെ ശപിച്ചു വരില്ലേ, നിന്നെ ആട്ടി ഓടിച്ചു വരില്ലേ, നീ രക്ഷപ്പെടില്ല, നിന്റെ മക്കൾ നശിച്ചു പോകും, നിന്നെ പ്രാഗിയിട്ടുള്ളവരില്ലേ, അതൊന്നും ഓർത്ത് നീ ഭാരപ്പെടണ്ട. കാരണം കൂടാത്ത ശാപമൊന്നും നിനക്ക് വരത്തില്ല കേട്ടോ. അല്ലേ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവ്, എന്നെ കേൾക്കുന്ന പിതാവ്, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ കാരണം കൂടാത്ത ശാപങ്ങളൊന്നും നിന്റെ മേൽ ഭവിക്കുകയില്ല. അല്ലെ, ഒരു അനർത്ഥവും നിനക്ക് വരികയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തെ മേലെടുക്കുകയില്ല. നിന്റെ സംരക്ഷകരേശുവ, നീ അവന്റെ പരിപാലനത്തിന് കീഴില. ദാവീദേ, നിന്റെ പരിപാലനം ഞാൻ ഏറ്റെടുത്തു, നിന്റെ കാലുകളെ ഞാൻ ഏറ്റെടുത്തു, നിന്റെ ഗമനത്തെ ഞാൻ ഏറ്റെടുത്തു. ഇനി നീ നടത്തുന്നത് നയിക്കുന്നതെല്ലാം എന്റെ ഹിതപ്രകാരമായിരിക്കും. ദാവീദിന് ഭയങ്കര സന്തോഷം തോന്നിയല്ലേ? നമുക്കും ഭയങ്കര സന്തോഷം തോന്നണം കേട്ടോ. അതുകൊണ്ട് ജീവിതം തകർന്നിരിക്കുന്നവർ പറയട്ടെ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, എന്റെ പാസ്റ്റർ, ഞാൻ എന്നും മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുക, എന്നും രാവിലെ ഇറങ്ങും, ഞാൻ തീരുമാനിച്ച് ഇറങ്ങുന്ന മദ്യം നിർത്തണമെന്ന്. പക്ഷെ പണിസ്ഥലത്ത് ഇന്ന് പണിക്കാരുമായിട്ട് കൂട്ടം കൂടി സംസാരിക്കും, വൈകിട്ട് ഷെയർ വെക്കുന്ന കാര്യം പറയുമ്പോൾ അറിയാതൊരു ഷെയർ ഇട്ട് പോകുന്നു. ആ ഒരു ഷെയറിന് കൂടിക്കഴിയുമ്പോൾ പിന്നെ ഒന്നുകൂടെ തോന്നി, അങ്ങനെ തോന്നി കയ്യിൽ നല്ലൊരു ശതം പൈസ പോവുക. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, എന്റെ സഹോദരൻ, ഞാൻ ആ സാഹചര്യത്തിലൊക്കെ വന്നയാളാ. അത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് അതിന് ഏറ്റവും പ്രാധാന്യം. എനിക്ക് വേണ്ട എന്ന് വെച്ചാൽ വേണ്ട, വേണമെന്ന് വെച്ചാൽ ഞാൻ വേണം. അല്ലെങ്കിൽ ഉറപ്പുള്ള തീരുമാനം എടുക്കുക. അല്ലേരിയ ഉറപ്പുള്ള തീരുമാനമെടുത്ത് കൂട്ടുകാരെത്ര സമ്മർദ്ദം തന്നാലും, എത്ര പ്രലോഭനം തന്നാലും, എത്ര നമ്മളെ പ്രോത്സാഹിപ്പിച്ചാലും ഞാൻ മദ്യം തൊടുകയില്ല, ഞാൻ ലഹരി ഉപയോഗിക്കത്തില്ല, ഞാൻ മയക്കുമരുന്ന് തൊടത്തില്ല. അനാവശ്യമായി എൻ്റെ അധ്വാനത്തിൻ്റെ, എൻ്റെ വിയർപ്പിൻ്റെ ഒരു പൈസ പോലും നഷ്ടപ്പെടുത്തി കളയത്തില്ല. അത് എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ അപ്പനും അമ്മയ്ക്കും അവകാശപ്പെട്ടതാണെന്ന് ഞാനങ്ങ് തീരുമാനിച്ചാൽ, നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ അത് വേറെ ആർക്കും അവഹരിക്കാൻ കഴിയില്ല കേട്ടോ. രക്തം ചെയ്യും. അല്ലേ, ഈ പലരും ഈ അഗാധ ഗർത്തത്തിൽ നാശകരമായി കുഴിഞ്ഞ ചീറ്റി കടന്നു പോകുന്നത് അവരുടെ ജീവിത ശൈലി കൊണ്ടാണ്. അല്ലേ, നമ്മളെന്ന് മടങ്ങി വരണം. രക്തം ചെയ്യാം. അല്ലേ, എന്നെ കേൾക്കുന്ന പ്രശ്നം, ഭൂമിയുടെ അറ്റത്തുനിന്ന് പറയുമ്പോൾ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്ത അവസ്ഥയെ കാണിക്കുന്നു. അഗാധ പാതാളത്തിൽ നകപ്പെട്ടു പോയ അവസ്ഥയാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് ദൈവത്തിന്റെ കരം മുറുകെ പിടിക്കുമ്പോൾ അവൻ പൊക്കിയെടുത്ത് പാറയുടെ മുകളിലെത്തിക്കും. യഥാർത്ഥ ഗർത്തത്തിൽ വെച്ച് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ പൊക്കിയെടുത്ത് ക്രിസ്തു എന്ന പാറയിൽ നിർത്തും എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നിനവയിലേക്ക് സുവിശേഷം പറയാൻ യോനയോട് ദൈവം പറഞ്ഞു, നീ പോയി നിനവയിൽ ചെന്ന് സുവിശേഷം പറയാൻ. അവിടെ 1,20,000 ചിലർ നശിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് നീ അവിടെ പോയി പ്രസംഗിക്കണം, ജനം മാനസാന്തരപ്പെടും. ഇത് കേട്ടിട്ട് യോന എന്ത് ചെയ്തു? നിലവിലേക്ക് പോകാൻ തർശീശിലേക്ക് കണ്ട കപ്പൽ കയറിപ്പോയി. കടലിൽ വലിയ കാറ്റും കോളും ഒക്കെ ഉണ്ടായി. ആര് മുഖാന്തരമാണത് കപ്പലുള്ള ചീട്ടിട്ട് യോനയുടെ ചീട്ട് വന്ന് യോനയെ എടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. യോനയെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് ദൈവം എന്ത് ചെയ്തു? ഒരു മഹാമത്സ്യത്തെ അവിടെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ മത്സ്യത്തിന്റെ വയറ്റിൽ യോന 3 രാവും 3 പകലും ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യോനെ വിളിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾ യോനയുടെ പുസ്തകം വായിക്കണം കേട്ടോ. ആ മഹാമത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യോന നിലവിളിച്ച്. കാരണം ഇത്രയും വലിയൊരു മഹാമത്സ്യത്തിന്റെ വയറ്റിലേക്ക് ഒരു മനുഷ്യൻ ചെന്നാൽ മിനിറ്റുകൾ കൊണ്ട് ആ മനുഷ്യൻ അരഞ്ഞ് അത് ദഹിച്ചു തീരും. പിന്നെ ആ മനുഷ്യൻ പുറത്തേക്ക് കിട്ടത്തില്ല. എന്നാൽ നോക്കിക്കൾ 3 രാവും 3 പകലും ഈ മഹാമത്സ്യത്തിന്റെ വയറ്റിൽ യോന ഇരുന്നിട്ട് യോനയ്ക്ക് ഒരു കുറവും സംഭവിക്കാതെ ആഘാത ഗർത്തത്തിൽ വെച്ച് അഗാധ പാതാളത്തിൽ ആ മഹാമത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യോന ദൈവത്തെ നോക്കി നിലവിളിച്ചു. ഹല്ലേലൂയ. യോന എന്താണ്? അത്യുന്നതനായ ദൈവത്തോട്, അത്യുന്നതനായ പാറയിലേക്ക് നോക്കി യോന നിലവിളിച്ചപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ കർത്താവ് ആ മത്സ്യത്തോട് കൽപ്പിച്ചു. ആ മഹാമത്സ്യത്തോട്, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന മഹാമത്സ്യത്തോട് കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ സമുദ്രത്തിന്റെ അടുത്തുന്ന മത്സ്യം യോനെ കൊണ്ട് കരയ്ക്ക് ശബ്ദിച്ചിട്ടു. കണ്ടോ? ഇപ്പൊ യോനെ ആ അഗാധ കരുത്ത് കൈപിടിച്ചു പൊക്കി കരയിൽ ക്രിസ്തു എന്ന പാറമേൽ ഉറപ്പിച്ചു.
അല്ല, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ദൈവം നമ്മളോട് ചെയ്യുന്നത്. നമുക്ക് ജീവിതമെല്ലാം അനുഭവം, വേദപുസ്തകത്തിലാണ് എല്ലാ അനുഭവം. നീ ഏത് വിധത്തിൽ ജീവിക്കുന്ന, ഏത് സാഹചര്യത്തിൽ പോകുന്ന, ഏത് നിലയിലാണ് നിന്റെ അവസ്ഥയെന്ന് മുഴുവൻ വെളിപ്പെടുത്തുന്നത് നമ്മുടെ വേദപുസ്തകം, സത്യവേദ പുസ്തകമാണ്. അത് നിന്നോട് സംസാരിക്കും. അല്ലേരിയ, അതെന്റെ ജീവിതത്തിലിടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവിന് അഗാധ ഗർത്തത്തിലാണ് നീ. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് വീട്ടിൽ ഭർത്താവുണ്ട്, നിനക്ക് മക്കളുണ്ട്, അല്ലേരിയ, നിനക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, നിന്റെ വീട്ടുകാരുണ്ട്. പക്ഷെ ഒരു കുഞ്ഞു പോലും നിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുക പോലും ചെയ്യാതെ നിന്നെ ഒഴിവാക്കി നിർത്തിയിട്ടില്ലേ? എത്രയോ നാളുകളായി നീ ഭവനത്തിനകത്ത് ഒരു ആശ്രയമില്ലാതെ വേദനയോടെ ഇരിക്കുന്നു. ഭർത്താവിന് സ്നേഹമില്ല, മക്കൾക്ക് സ്നേഹമില്ല, എല്ലാം കൊണ്ട് തകർന്നവനായി നീ എത്ര കാലമായി കഴിയുന്നത്? അല്ലെങ്കിൽ ഒരു അഗാധ ഗർത്തത്തിൽ കിടക്കുന്ന പോലെ അല്ലേ? അധമ പാതാളത്തിൽ കിടക്കുന്ന പോലെ അല്ലേ നിന്റെ ജീവിതം? എന്നോട് അതിനെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന മാതാവി പിതാവേ, എനിക്കുള്ള സ്വന്താവേ, യോന അങ്ങനെയല്ലായിരുന്നു. എല്ലാവരും ഉണ്ടെങ്കിൽ ഇപ്പൊ എവിടെ യോന? മത്സ്യത്തിന്റെ വയറ്റിലാ, അല്ലയ്യ. ഇപ്പം ദാവീദ് എങ്ങനെയായിരുന്നു? ദാവീദ് ജീവിതത്തിൽ എവിടെയാണ്? ഭൂമിയുടെ അറ്റത്ത് നിസ്സഹായമായ അവസ്ഥ, അല്ലേരിയ. അവിടെ നിന്ന് ദൈവം നമ്മെ കൈപിടിച്ചുയർത്തുവന്ന് നീ അത്യുന്നതനായ പാറയെങ്കിലേക്ക് നോക്കി ദൈവത്തോട് നിലവിളിക്കുന്നെങ്കിൽ, ഭൂമിയുടെ അറ്റത്തുനിന്ന് നീ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ, നീ കിടക്കുന്ന ഗർത്തനെ പൊക്കിയെടുക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്. അല്ലേരിയ, സ്വതന്ത്രം. കടം കയറി ബിസിനസ് ചെയ്ത് കടം കയറി നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ ഒന്നുമില്ല, വലിയ ബിസിനസ്സായിട്ട് വളരെ പ്രതീക്ഷയോടെ വളരെ ആഗ്രഹത്തോടെ നീ വിദേശത്ത് പോയി നീ ജോലി ചെയ്തു. അവിടെ നിനക്കൊരു ബിസിനസ് ആഗ്രഹം, നീ ബിസിനസ് തുടങ്ങി. അതിന് നിന്റെ ബിസിനസ് വിജയിച്ചു. 50 ആളുകളെ നീ ജോലിക്ക് വെച്ചു. അവർ നിന്നെ വഞ്ചിച്ചു, അല്ലേ? ആ വഞ്ചനയിൽ നിനക്കുണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെട്ട് കടക്കണിയിലായി. ഇന്ന് നിനക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാതെ, സ്വന്തമായിട്ടൊരു ആശ്രയമില്ലാതെ, നാട്ടിലേക്ക് പോലും കടന്നിടാൻ കഴിയാതെ വിദേശ രാജ്യത്ത് കഷ്ടം സഹിക്കുന്ന ചിലരുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിക്കുക. ഒരു സഹായമില്ലാതെ കഴിയുന്ന ചില സഹോദരന്മാരുടെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്, നീ കടന്നു പോകുന്ന കടക്കിണിയുടെ അഗാധ ഗർത്തത്തിൽ, നിന്റെ തകർച്ചയുടെ അധമ പാതാളത്തിൽ നിന്ന് ദൈവം നിന്നെ പൊക്കിയെടുത്ത് ക്രിസ്തു എന്ന പാറയിലേക്ക് നിർത്തുവാൻ ആഗ്രഹിക്കുക. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, നിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, ഞാൻ ഭൂമിയുടെ അറ്റത്ത് നീ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ, അല്ലേ, നിന്റെ കർത്താവ് മുമ്പിലത്തേക്കാൾ ശ്രേഷ്ഠമായി ദൈവം നടത്തും. ആരംഭത്തെക്കാൾ അവസാനം നല്ലെന്ന് പറഞ്ഞവരെ, ആരംഭമൊക്കെ മേലരിയ മോശം, ഇതിന്റെ അവസാനം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അതായത് ദൈവം നിനക്ക് ഉയർച്ച തരാൻ ആഗ്രഹിക്കുക. വിശ്വസിച്ച് കരമടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചാട്ട്. ഞാൻ ഈ വചനം പറയുമ്പോൾ ഞാൻ ചിലരിലേക്ക് ഓർമ്മകൾ എൻ്റെ ഉള്ളിലേക്ക് വന്നതുകൊണ്ടാണ് ഈ പറഞ്ഞത്. ചിലരൊക്കെ വളരെ മരണകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ചില ആളുകളെ ഞാൻ വിദേശങ്ങളിൽ സ്തോത്രം അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അല്ലേരിയ. അവരുടെ അവസ്ഥകൾ പറഞ്ഞ് എനിക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചിലരുടെയൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ തളരരുത്, നീ നിരാശപ്പെട്ടു പോകരുതെന്ന്. നിന്റെ ജീവിതത്തിന് ഒരു രക്ഷകനുണ്ട്. സ്വതാവി, എന്നെ കേൾക്കുന്ന മാതാവി, നിന്റെ ജീവിതത്തിന് രക്ഷകനുണ്ട്. നീ ആരുമില്ലാത്തവനല്ല. ഭൂമി നിനക്കാരും കാണത്തില്ല, അല്ലേരിയ. കഴിഞ്ഞ ദിവസം എൻ്റെ സഭയിൽ സാക്ഷ്യം പറഞ്ഞു, എൻ്റെ പാസ്റ്റർ, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. ആങ്ങളമാരെല്ലാം ഞാൻ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് എന്നെ തള്ളിക്കളഞ്ഞു. എല്ലാ ആങ്ങളമാർക്കൂടെ ഏക പെങ്ങളാ ഞാൻ. എൻ്റെ സങ്കടം കേൾക്കാൻ ആരുമില്ല, എൻ്റെ വേദന കേൾക്കാൻ ആരുമില്ല. എനിക്കൊരു അനുജത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സങ്കടങ്ങൾ പങ്കുവെച്ചിരിക്കണം. മനസ്സിന് ഭാരവർത്തി. എല്ലാവരും ഉണ്ട്, പക്ഷെ ആരുമില്ലാത്തവളായി. എല്ലാവരും അവൾ കൈവിട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു അനുശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വിഷയങ്ങൾ പങ്കുവെച്ചേരെ എന്ന് പറഞ്ഞ് വിലപിച്ച അനുഭവം. അവിടെ ഞാനോട് പറയട്ടെ, നിനക്കാരുമില്ലെന്ന് തോന്നിയാലും, അല്ലല്ല, ആരും നിന്നോട് കൂടെയില്ലെന്ന് തോന്നിയാലും, ആരും നിന്നെ സഹായിപ്പാനില്ലെന്ന് തോന്നിയാലും, നിന്നെ കൈവിട്ട് കളയാതെ, അല്ലല്ല, മഹാമത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന യോനയെ കുറിച്ച് പോലും അറിയുന്ന ദൈവം, അല്ലേരിയ. മഹാമത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന യോനയുടെ നിലവിളി കേട്ട ദൈവം, അല്ലേരിയ. സ്വതന്ത്രം. ഭൂമിയുടെ അറ്റത്ത് നിന്ന് കർത്താവിനെ വിളിച്ച നിലവിളി കേട്ട ദാവീദിന്റെ ദൈവം നിന്റെ പ്രാർത്ഥനകൾക്ക് വിശ്വസ്തനാണ്. നിന്റെ പ്രാർത്ഥനകൾക്ക് ശക്തനാണ്. അതുകൊണ്ട് തളരരുത്, നീ തളർന്നു പോകരുത്. അഗാധമായ ഗർഭത്തിന്റെ അനുഭവം നിനക്ക് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, നിരാശയുടെ അനുഭവത്തിലേക്ക് നീ കടന്നു പോകാൻ, നിസ്സഹമായ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ എത്തിച്ചേരുമ്പോൾ നീ തളർന്ന് പതറിപ്പോകുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്നെ ദൈവം വലിയ ഉയർത്തി മാനിക്കുവാനാണ്.
നമ്മൾ ഈ തളർച്ചയിലേക്ക് കടന്നു പോകും. പക്ഷെ നീ തളരരുത്. തളരുവാനല്ല, ഓടുവാനാണ് ഇതിന് ദൈവം വിളിച്ചത്. ആമി മരണം മതി എന്ന് പറഞ്ഞ് ഇസബേലിനെ പേടിച്ച് ചൂരച്ചുടിയുടെ ജാമ്യം ചൂട്ടിക്കിടന്ന് മരിക്കുവാൻ ആഗ്രഹിച്ച ഏരിയാവ് ചുരച്ചുടെ കേട്ട് പുള്ളി പറഞ്ഞു, ഇനി എനിക്കൊന്നും വേണ്ട, എനിക്ക് മരിച്ചാൽ മതി. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? യഹോവ ദൈവം എന്ത് ചെയ്തു? ഏരിയാവിനെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, നിനക്ക് ദൂരെ യാത്രയുണ്ടെന്ന്. അല്ലേ ഏരിയ? അതേ സ്നേഹിതാണ് നിന്റെ പര്യവസാനമായിട്ടില്ല, നിന്റെ ശുശ്രൂഷ നിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല. നിനക്ക് ചിലതോട് ചെയ്തെടുപ്പാണ്, നിന്നെ കൊണ്ട് ചിലതോട് ദൈവത്തിൽ ജയിപ്പിക്കുവാനുണ്ട്. എവിടെയെങ്കിലും നീ പതറിപ്പോയിട്ടുണ്ടെങ്കിൽ, പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നടുവിൽ നിന്നെ മാനിച്ചുയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. രക്തജയം. അതുകൊണ്ട് ദാവീദിനെ ദൈവം പൊക്കിയെടുത്തതുപോലെ ദൈവം നിങ്ങളെ പൊക്കിയെടുക്കും. ഈ പൊക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലയ്യ, അത് വലിയൊരു നമുക്ക് നമ്മുടെ ചിന്ത കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ അഗാധ ഗർത്തത്തിൽ നിന്നും ഈ അധമ പാതാളത്തിൽ നിന്നൊക്കെ നമ്മൾ പൊക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ചില സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ വലിയ വലിയ പാലങ്ങൾ പണി നടത്തുക, ഇന്നൊക്കെ കുറേ നല്ല മെട്രോ ഒക്കെ പണി നടത്താൻ പോയി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഫില്ലറൊക്കെ വാർത്ത് കഴിയുമ്പോൾ അതിൻ്റെ വലിയ വലരിയ അതൊക്കെ എന്ത് ചെയ്തും വലിയ ക്രെയിൻ വന്നിട്ട് ക്രെയിൻ വന്നിട്ട് ഈ പാലമൊക്കെ പണി കണ്ടില്ലേ, ആ ക്രെയിൻ വന്നിട്ട് വലിയ വെയിറ്റുള്ള ആ സാധനം ഭീമൊക്കെ എന്ത് ചെയ്യും? അത് പൊക്കി എടുത്തുകൊണ്ടെന്ന് ആ തൂണിൽ ഉറപ്പിക്കുക, ഫില്ലറിൽ ഉറപ്പിക്കും. അപ്പൊ അത്തമ പാതാളത്തിൽ എന്ന് പറഞ്ഞാൽ അഗാധ ഗർത്തത്തിൽ ആമേനൊക്കെ കിടക്കുന്നതായിരുന്നാൽ ഈ ക്രെയിൻ എന്ത് ചെയ്യും? വന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് അത് യഥാർത്ഥ സ്ഥാനത്ത് ഉറപ്പിക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പടം കണ്ടതാ. ഒരു പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ പാലത്തിന്റെ ഒരു മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഫില്ലറൊക്കെ അതിന്റെ സ്പാനുകളൊക്കെ അത് എത്തുള്ളൂ, അത് ഒരു ക്രെയിൻ വന്ന് പൊക്കിയെടുത്ത് കൃത്യമായിട്ട് കൊണ്ട് ഉറപ്പിക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ വന്നാലും ചിന്തിച്ചു, നമ്മൾ എത്ര അഗാധ ഗർത്തത്തിൽ കിടന്നാലും, അധമ പാതാളത്തിൽ കിടന്നാലും, നാശകരമായ കുഴിയിൽ കിടന്നാലും, കുഴഞ്ഞ ചേറ്റിൽ കിടന്നാലും, മഹാമത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന യോനിയായിരുന്നാൽ പോലും അതേ അനുഭവമായിരുന്നാലും നമ്മളെ അവിടുന്ന് പൊക്കിയെടുക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ആ ക്രെയിൻ അത് പൊക്കിയെടുത്തെങ്കിൽ നമ്മുടെ കർത്താവിന്റെ കരം എത്ര ശക്തമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ വലിയ ശക്തമാകുന്നുണ്ട്. ഞാൻ ആ ചിന്തയൊക്കെ എൻ്റെ ഉള്ളിൽ കടന്നുപോയപ്പോൾ ഞാനും വളരെ സന്തോഷിച്ചു. ഞാൻ കർത്താവേ, ഈ ക്രെയിൻ ഇത്രയും വലിയ വെയിറ്റുള്ള സാധനം പൊക്കിയെടുത്ത് സുരക്ഷിതമായ സ്ഥാനത്ത് കൊണ്ട് നിർത്തുന്നത് പോലെ എൻ്റെ സങ്കടങ്ങളിൽ നിന്ന്, എൻ്റെ ദുഃഖങ്ങൾ എന്നെ പൊക്കിയെടുത്ത് ക്രിസ്തുവാകുന്ന പാറയിൽ നിർത്തുവാൻ അങ്ങേക്ക് കഴിയുമല്ലോ എന്ന് ഞാൻ വിശ്വസിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു. അതെ, നിങ്ങളെ ദൈവം പൊക്കിയെടുക്കും, നിന്നെ ദൈവം പൊക്കിയെടുക്കുമോ. നല്ലൊരു സ്തോത്രം. നല്ലൊരു അതുപോലെ ഈ കപ്പലിൽ നിന്നൊക്കെ വലിയ ഭാരം ഇറക്കുകയും കയറ്റുകയൊക്കെ ചെയ്ത ക്രെയിനാണ് അല്ലേരിയ. അത് നമ്മൾ പടത്തിൽ നേരിട്ട് കണ്ടിട്ട് പടത്തിലൊക്കെ കണ്ടിട്ടുള്ളത്. വലിയ ഭാരമേറിയ ഓരോ കണ്ടെയ്നറുകളൊക്കെ അലരിയ അല്ലെങ്കിൽ അതുപോലുള്ള ഓരോ സാധനങ്ങളൊക്കെ പൊക്കിയെടുക്കുകയും കയറ്റുകയൊക്കെ ചെയ്യുന്ന വലിയ ക്രെയിനാണ് അല്ലേ. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ എത്ര അഗാധ ഗർത്തത്തിൽ കിടന്നാലും നമ്മെ പൊക്കിയെടുക്കും നമ്മുടെ കർത്താവിന്റെ കരമുണ്ട് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് രക്തജയം. അപ്പൊ ഞാനതൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഞാൻ അങ്ങ് ദൈവത്തോട് ചേർന്നിരിക്കുക. അപ്പൊ എൻ്റെ സങ്കടങ്ങളൊക്കെ മാറും കേട്ടോ. ഇവിടെ ദാവീദ് എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. അത് നമ്മുടെ ഹൃദയം ക്ഷീണിക്കുന്ന അനുഭവം കടന്നു വരാം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് നോക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിൽ തൂങ്ങിക്കിടന്ന ആ കള്ളന്റെ ജീവിതം അവസാനിച്ചു എന്ന് എല്ലാവരും പറഞ്ഞു. യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാരുടെയും ജീവിതം അവസാനിച്ചു എന്ന് എല്ലാവരും നോക്കി നിൽക്കുക. എല്ലാവരും ചിന്തിച്ചു, ഇനി അവന്റെ ജീവിതമില്ല, എല്ലാം അവസാനിച്ചു. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത്? സ്തോത്രം. അല്ലെ ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 42-43 വാക്യം വരും കാണുന്നുണ്ട്. പിന്നെ അവൻ യേശുവേ, നീ രാജത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കൂ എന്ന് ഞാൻ സത്യമായിട്ട് എന്നോട് പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ 2 കള്ളന്മാരെ ഇടത്തും വലത്തുമായി ക്രൂശിച്ചു. ഹല്ലേലൂയ. 2 കള്ളന്മാരും അല്ലെങ്കിൽ യേശു മരണത്തെയും മുഖാമുഖം കണ്ട് കിടക്കുക. ഹല്ലേലൂയ. ഈ യേശുവിന്റെ ഇടത്തും വലത്തും കിടക്കുന്ന ഒരു പാപികളാണ്. പാപികൾക്ക് എപ്പോഴും മരിച്ച അധമഗർത്തത്തിലേക്ക് അഗാധ പാതാളത്തിലേക്ക് പോകുക. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചാൽ അവന് ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കെ ഒരുവൻ യേശുവിനെ നിന്ദിക്കുമ്പോൾ മറ്റൊരു പറയുക, നമ്മൾ സമശിക്ഷാഗതിയിലായിട്ടും ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെയാണോ പിതാവിനെയാണോ നിന്ദിക്കുന്നത്? ഇവൻ എന്നിട്ട് മനസ്സറിഞ്ഞ് ക്രൂശിൽ വെച്ച് മനസ്സറിഞ്ഞ് അവൻ യേശുവിനെ, പിതാവേ, യേശുവെ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ
എന്നെയും കൂടി ഓർത്തു വരണമെന്ന് വേർത്തോളിനെ പറഞ്ഞപ്പോൾ യേശു എന്ത് ചെയ്തു? ഇന്ന് നീ എന്നോട് കൂടെ പർദീസിലിരിക്കാം. ക്രൂശ് എന്ന് പറയുന്ന അത്തമ പാതാളം, ക്രൂശ് എന്ന് പറഞ്ഞ അഗാധ ഗർത്തം, ക്രൂശ് എന്ന് പറയുന്ന മരണവേദനയിൽ നിന്ന് ആ ക്രെയിൻ പൊക്കിയെടുക്കുന്നത് പോലെ യേശുവിനെ പൊക്കിയെടുത്ത് എവിടെ കൊണ്ടെത്തി? പർദീസിലിരുത്തി. പ്രൈസ്. അതെ, കർത്താവിനെ പർദീസിൽ ഇരുത്തം തോന്നിയാൽ നീ എത്ര അഗാധ ഗർത്തത്തെ കടന്നാലും കർത്താവിനെ അവിടെ പൊക്കിയെടുക്കും. അപ്പൊ ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് ആ ക്രൂശിൽ കിടന്ന കള്ളനെ കുറിച്ച് അതിശയം തോന്നി. എടാ, അവൻ ക്രൂശിൽ മരണവേദന അനുഭവിക്കുകയല്ലേ? അല്പസമയം കൂടെ കഴിഞ്ഞാൽ അവൻ മരിച്ചില്ലെങ്കിൽ പടയാളി അവന്റെ കാലും കയ്യും തല്ലി ഒടിച്ച് അല്ലൊരിയ അവനെ വീണ്ടും കൊല്ലാക്കൊല ചെയ്യും, ക്രൂരമായി ഉപദ്രവിച്ചവനെ കൊല്ലും അല്ലൊരിയ. പക്ഷെ അതിന്റെ നടുവിൽ അവനൊരു മനസ്താപം വന്നു അല്ലൊരിയ. ഇത് പറഞ്ഞു, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, ഈ ക്രൂശിൽ കിടന്ന ഹൃദയം, ആമെ കള്ളന്റെ ഹൃദയം ക്ഷീണിച്ചപ്പോൾ അല്ലേരിയ ആമി ഭൂമിയുടെ അറ്റത്ത് നിന്ന് ആമെ നിന്നെ വിളിച്ചപേക്ഷ ദാവീദ് പറഞ്ഞ പോലെ ക്രൂശിൽ കിടക്കുന്ന കള്ളന്റെ ഹൃദയം ക്ഷീണിച്ചപ്പോൾ അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ഒരു ക്രെയിൻ പൊക്കിയെടുക്കുന്നത് പോലെ അഗാധ കൂശാകുന്ന ഗർത്തത്തിൽ നിന്ന് ആ കള്ളനെ പൊക്കിയെടുത്ത് പർദീസിലെഴുതി. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്നെ കർത്താവ് നീ കടന്നു പോകുന്ന വലിയ ഗർത്തം പൊക്കിയെടുക്കാൻ ആഗ്രഹിക്കുക. ഏത് പ്രശ്നമാകട്ടെ, നിന്റെ ഏത് പ്രശ്നമാകട്ടെ, നീ നിലയില്ല കയത്തിൽ മുങ്ങി താഴുകയാണെങ്കിൽ പോലും അല്ലേലിയ നിന്നെ പൊക്കിയെടുക്കുവാൻ ദൈവത്തിന് കഴിയും. അല്ലെങ്കിൽ ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ നീ എന്തിനെ കുറിച്ചാണ് ഭാരപ്പെടുന്നത്? എന്തിനെ കുറിച്ചാണ് നിരാശപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നീ സങ്കടപ്പെടുന്നത്? അല്ലേലിയ, എൻ്റെ മനസ്സ് മുഴുവൻ നീറുന്ന വിഷയമല്ലേ? എൻ്റെ ഹൃദയം പിടയ്ക്കുന്ന അനുഭവമല്ലേ? സങ്കടപ്പെടുന്ന അനുഭവമല്ലേ? ഒരു സ്വസ്ഥത നിനക്കില്ലാത്ത സാഹചര്യമല്ലേ? അതിൻ്റെ നടുവിൽ നീ ക്രൂശിലെ കള്ളനെ പോലെ യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമെന്ന് അനുതാപത്തോടെ ആ മരണമാകുന്ന ഗർത്തത്തിൽ നിലവിളിച്ചതുപോലെ നിലവിളിക്കാൻ കഴിയുന്നെങ്കിൽ ആ കള്ളന്റെ കാതുകളിൽ കേട്ട ദൈവ ശബ്ദം നിന്റെ കാതുകളിൽ ദൈവം കേൾപ്പിക്കും. എന്താ ഇന്ന് നീ എന്നോട് പർദീസിലേക്ക് നിന്റെ പ്രശ്നങ്ങൾ മാറ്റി ദൈവം തരും. വിശ്വസിക്കാൻ കഴിയുന്ന സ്തോത്രം പറഞ്ഞാട്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് പറഞ്ഞ കർത്താവ് ക്രൂസിൽ കിടന്ന് പറഞ്ഞ 7 മൊഴികളിൽ രണ്ടാമത്തേതാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ മരിക്കാൻ പോകുന്ന കള്ളന് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ രാജാവായി മടങ്ങി വരുമെന്നതിലും വിശ്വാസം ഉണ്ടായിരുന്നു. ക്രൂസിൽ കിടക്കുന്ന കള്ളൻ മരിക്കാൻ ക്രൂസിൽ കിടക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ സ്തോത്രം യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ രാജാവായി മടങ്ങി വരുമെന്ന് ഈ കള്ളനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലേലിയ, അവനാണെങ്കിൽ ആ കർത്താവ് ക്രൂശിൽ മരിച്ചാലും ഇവൻ രാജാവും കർത്താവാണ്. ഇവൻ മരിച്ചാലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് രാജാവായി മടങ്ങി വരും. ആ മടങ്ങി വരുമ്പോൾ അതാണ് രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ. ഇവൻ മടങ്ങി രാജാവായിട്ട് വരുമെന്നാ. ആരെങ്കിലും മരണക്കിടക്കെന്ന് പറയുമോ? അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ നീ രാജാവായി മടങ്ങി നമ്മൾ പറയുമോ? നമ്മുടെ വീട്ടിലൊക്കെ പലരും മരിച്ചിട്ടില്ലേ? നമ്മുടെ ഉറ്റരുടേരൊക്കെ മരിച്ചിട്ടില്ലേ? നമ്മൾ അവരെ നോക്കിയിട്ട് പറഞ്ഞു നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. കാരണം നമുക്ക് അതിനുള്ള വിശ്വാസമില്ല. അല്ലേ? അതുകൊണ്ട് ഈ ക്രൂശിൽ കിടക്കുന്ന കള്ളൻ എന്താണ്? അവനൊരു വിശ്വാസമുണ്ട്. ഇവൻ സാധാരണ മനുഷ്യനല്ല, ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ മണ്ണിൽ നിന്നുള്ളവനല്ല, ഇവൻ വിണ്ണിൽ നിന്നുള്ളവനാ. മണ്ണിൽ നിന്നുള്ള മനുഷ്യനെ രക്ഷിപ്പാൻ വിണ്ണിൽ നിന്ന് വന്നവനാ. മണ്ണിൽ നിന്നുണ്ടായി ഞാൻ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി വിണ്ണിൽ നിന്നിറങ്ങി വന്ന എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് ഈ ക്രൂശിൽ കിടക്കുന്നത്. അവൻ രാജാവാണ്. അവനെ ലോകം ക്രൂശിച്ചാലും അവനെ ലോകം ക്രൂശിച്ച് കൊന്നാലും അവൻ മരിച്ചാലും അവനൊരു പുനരുത്ഥാനത്തിൽ അവൻ മടങ്ങി വരുന്നത് രാജാവായിട്ടാ. അപ്പോഴെന്നെ കൂടെ ഓർക്കണമെന്നാണ്. കണ്ടോ, അതെത്ര യാഥാർത്ഥ്യമായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, നീ ഒരിക്കലും ഭാരപ്പെട്ടു പോകരുത്, നീ ഒരിക്കലും സങ്കടപ്പെട്ടു പോകരുത്. നിന്നെ ഉയർത്തുവാൻ യേശുവിന് കഴിയും, നിന്നെ ഉയർത്തുവാൻ യേശുവിന് കഴിയും. അല്ലേലൂയ. അപ്പൊ ഇവന്റെ ആ വിശ്വാസമാണ്. അല്ലേലൂയ. അവന്റെ ഏറ്റുപറച്ചിലിന്റെ സ്വീകരിച്ചുകൊണ്ട് യേശുവിനോട് അല്ലേലൂയ ഇന്ന് നാം ഒരുമിച്ച് പർദീസിലേക്കും ക്രൂശിൽ ഇവന്റെ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞപ്പോൾ അത് യേശു കേട്ടിട്ട് പറയും, ഇന്ന് നീ എന്നോടുകൂടെ പർദീസിലേക്കും. അപ്പം ക്രെയിൻ പൊക്കിയെടുക്കുന്നത് പോലെ ആ ക്രൂശിൽ കർത്താവിനെ പൊക്കിയെടുത്തില്ലേ? അവന്റെ കൈകളിലെ കാലിരുപ്പാണി, അവന്റെ കാലിലെ കാലിരുപ്പാണിക്ക് എവിടെ പോയി? അല്ലേലൂയ. അവന്റെ കയ്യിൽ ചണം കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരിക്കും, അതൊക്കെ എവിടെ പോയി? അതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് ക്രൂശിൽ കിടക്കുന്ന കള്ളൻ കർത്താവിടെ പർദീസയിലിരുന്നെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നികത, നീ എത്ര കൂട്ടിയ പാപിയായിരുന്നാലും അല്ലേലൂയ അനുതാപത്തോടെ നീ യേശുവിലേക്ക് വന്ന് ഈ മനുഷ്യൻ നിലവിളിച്ചതുപോലെ നിലവിളിക്കുന്നെങ്കിൽ അല്ലേലൂയ നിന്റെ ജീവിതത്തിനകത്തൊരു ഉയർപ്പുണ്ട്. രക്തം ചെയ്യും.
പ്രൈസലോ. അപ്പൊ നാം ദൈവത്തെ അങ്ങോട്ട് അടുക്കും തോറും ദൈവം നമ്മോട് അടുത്ത് വരും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ഹല്ലേലൂയ, മരണശേഷം ഒരു ജീവിതം ഉണ്ടെന്നുള്ളത് ഈ ക്രൂശിലെ കള്ളനും അറിയാമായിരുന്നു. മരണശേഷം ഒരു ജീവിതമുണ്ട്, മരണാനന്തര ജീവിതം, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, അത് നിത്യതയും നരകമാണെന്ന് ഈ ക്രൂശിൽ കിടന്ന കള്ളന് അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടായിരുന്നു. അവനറിയാം, ഞാൻ പാപിയായി മരിച്ചാൽ എൻ്റെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോകും. ഞാൻ എൻ്റെ കൂടൊപ്പം ക്രൂശിൽ മരിക്കാൻ കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനോട്, ആമി മരണത്തെ മുഖാമുഖം കാണുന്ന യേശുവോട് എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഞാൻ അനുദപിച്ച് അവനോട് എൻ്റെ സങ്കടം പറഞ്ഞാൽ, ആമി എൻ്റെ മരണാനന്തരം അഗാധ ഗർത്തമാകുന്ന പാതാളത്തിലേക്ക് അഥവാ യാതനസ്ഥലത്തേക്ക് പോകാതെ എൻ്റെ കർത്താവ് രാജാതിരാജാവ് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്കും ആ പർദീസിൽ എത്താം. മരണത്തിനപ്പുറമുള്ള ജീവിതം പർദീസിലാണെന്നുള്ള വിശ്വാസം അവനുണ്ടായി. ഇതൊക്കെയാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് പലർക്കും ഇന്നും വിശ്വാസം പ്രത്യാശയില്ല. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദാവീദിന്റെ സങ്കടങ്ങൾ മറ്റാരോടും കൂടെയുള്ളവരോടും പങ്കുവെക്കാതെ താൻ എപ്പോഴും മാറിപ്പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം മനുഷ്യനുണ്ടായിരുന്നു. അത് ഇന്ന് പകൽ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. അപ്പൊ ഈ സ്വാമി എലിയ ഈ കള്ളൻ പറഞ്ഞത് എന്താ? കള്ളൻ പറഞ്ഞത്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണം കർത്താവ് ഇന്ന് ഞാനിവിടെ പരദീസയിലേക്ക്. ഇതുപോലെ പഴയ നിയമ പ്രമാണത്തിൽ ക്രൈസ്തവ സഭ ഈ ശുദ്ധീകരണ സ്ഥലത്തില്ല, പാതാള പ്രതീക്ഷയിലല്ല കേട്ടോ, സ്വർഗീയ പ്രതീക്ഷയുടെ കാര്യം പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പം പരദീസയിൽ ഇരിക്കും എന്നും കർത്താവ് പറഞ്ഞു. അല്ലെങ്കിൽ ഏത് തോട്ടമെന്നും അബ്രഹാമിന്റെ മടിയെന്നും മൂന്നാം സ്വർഗമെന്നും ഒക്കെ പറയുന്നു ഇതിനെക്കുറിച്ച്. ആദ്യം ഏതെന്നും അബ്രഹാമിന്റെ മടിയെന്നും, ഹല്ലേലൂയ, പർദീസയെന്നും സ്വർഗാദി സ്വർഗമെന്നൊക്കെ വിവിധ വ്യാഖ്യാനങ്ങൾ ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തുമായിരിക്കട്ടെ, നിനക്ക് മരണത്തിനപ്പുറം ജീവിതമുണ്ട്. ഹല്ലേലൂയ. അത് കർത്താവ് യേശു ക്രിസ്തുവിടെ സ്വർഗീയ പർദീസയിലായിരിക്കണം. അതുകൊണ്ട് ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. നീ മടുത്തു പോകരുത്, ക്രിസ്തുവിനെ നോക്കി വേണം നീ യാത്ര ചെയ്യുവാൻ. ഹല്ലേലൂയ. ഇവിടെ വായിച്ച വചനം എന്താണ്? സ്തോത്രം 61 സങ്കീർത്തനമാണല്ലോ. അതിന്റെ 2-ാമത്തെ വാക്യം, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. ഈ ഭക്തന്റെ നിലവിളി ദൈവം സ്വീകരിച്ചെന്നുള്ളതാണ്. ഈ ഭക്തന്റെ നിലവിളി, ദാവീദിന്റെ നിലവിളി ദൈവം സ്വീകരിച്ചു. നിന്റെ നിലവിളി ദൈവം സ്വീകരിക്കും. നീ അവന്റെ കൈകൾ താണിരിക്കും. എന്തുകൊണ്ട്? 1 പത്രോസ് ലേഖനം 5:6 പറയുന്ന, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈകൾ താണിരിപ്പിൻ. അല്ലെങ്കിൽ ക്രൂശിൽ കിടക്കുന്ന കള്ളനോട്ടുള്ള ബന്ധത്തിലും അവൻ തക്ക സമയത്തിന് ക്രൂശിൽ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈകൾ അവന് താണു കൊടുത്തപ്പോൾ ഇത് ക്രൂശിൽ അവനെ ഉയർത്തിയെന്ന അല്ലേരിയ. അത് നിന്റെ മുമ്പിൽ ക്രൂശിന്റെ അനുഭവമാണ്. അതും ദൈവത്തിനെ വിടിവിക്കും. കണ്ണുകളടച്ചാട്ട് ഏത് പ്രതിസന്ധി നിന്നെ സംരക്ഷിക്കാൻ യേശുകൊണ്ട് നീ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. പരിശുദ്ധങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3 കോടി ജനങ്ങൾ, തലമുറകൾ, അന്യസ്ഥാന തൊഴിലാളികൾ, കർത്താവ് ഇന്ത്യയിലെ 145 കോടി ജനം, തലമുറകൾ, അനന്തപ്രാർത്ഥന, ലോകരാജ്യം 800 കോടി ജനത്തിനായി ഐശ്വര്യം, ബാലി, കൗമാരി, യുവനത്തിൽ വാർത്തരാനും പൃഥ്വിരാശന യാചകർ, ഓർഫനേജ്, ഓർഡർ തടവറയിലായിരിക്കും സകല ജനത്തെ ഞങ്ങൾ ഓർക്കുന്നപ്പോൾ സകല ജനത്തിന് ദൈവത്തിന് നീതിയുള്ള കരം വെളിപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ാണ്. പാപത്തിന്റെ, ശാപത്തിന്റെ, നാശത്തിന്റെ, അന്ധകാരത്തിന്റെ, മദ്യത്തിന്റെ, മയക്കു ലഹരിയുടെ, ദുർമതത്തിന്റെ, പിന്മാറ്റത്തിന്റെ, വ്യഭിചാരത്തിന്റെ, പരസംഗത്തിന്റെ, വിഗ്രഹാരാധനയുടെ, ബോഷ്കിന്റെ, തീവ്രവാദ, ഭീകരവാദ, വർഗീയതയുടെ അകപ്പെട്ട് കിടക്കുന്ന അനവധി ആളുകൾ പാപത്തിലും ശാപത്തിലും കർത്താവിയെ അഗാധമായ ഗർത്തത്തിൽ, അഗാധമായ പാതാളത്തിൽ വീടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ ജനത്തെ വിടുവിച്ച് കർത്താവ് ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ അങ്ങ് ശക്തനാണ് നിങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവ് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ വിടുവിക്കണമേ. സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങൾ, മത്സ്യത്തിന് മറ്റിക്കുന്ന യോനയെ ദൈവം പുറത്തു കൊണ്ടുവന്ന പോലെ, ഗർത്തിൽ പുറത്തു കൊണ്ടുവന്ന പോലെ കർത്താവ് ജീവിതത്തിൽ മരണനിലപ്പോൾ കടന്നു പോകുന്ന അനേകരുണ്ട്. അവർക്ക് വിടുതലും ആശ്വാസം കൂടെ കടക്കണി കൊണ്ട് സാമ്പത്തികമില്ലാതെ വാടകക്കാർ, അല്ലൊരിയ കർത്താവ് തലമുറയിലെ വാങ്ങക്കാർ, കുടുംബ ജീവിത പ്രശ്നങ്ങൾ, വിവിധ ക്രമിൽ സാഹചര്യങ്ങൾ കടന്നു പോകുന്ന അനുമതികൾ, വിദേശത്ത് കഷ്ടസംബന്ധം ആരോഗ്യ ജോലിയില്ലാതെ ജപ്തി നടപടി നേരിടുന്നവർ, വിവിധ പ്രതിസന്ധികളെ നേരിടുന്നവർക്കെല്ലാം വിടുതൽ കൊടുക്കണമേ. ഇതുപോലെ ആശ്വാസം കൊടുക്കണം. താൻ പേരെ സ്നേഹിച്ച് കടന്നു വരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, ദൈവദാസന്മാർ കേരളത്തിൽ ഭൂമിയുടെ അറ്റത്തോളം അവരുടെ സുവിശേഷ വിരോധികൾ പീഡനം വർദ്ധിച്ച് ക്രൈസ്തവ സമൂഹത്തെ ഇല്ലായ്മ ശ്രമിക്കുമ്പോൾ അതിന് നടുവിലും കർത്താവേ വലിയ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ദാവീദ് പറഞ്ഞതുപോലെ
അത്യുന്നതനായ പാറയെന്ന കർത്താവിലേക്ക് നോക്കുവാൻ ജനത്തിലെ കണ്ണുകളെ തുറക്കണമേ. ഇതുപോലെ സകല ജനത്തെ അനുഗ്രഹിക്കണം. ഈ പകൽ ഞങ്ങളുടെ പ്രഭാതത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്ന് പ്രഭാതം എല്ലാവരും അനുഗ്രഹിക്കണമേ. കർത്താവ് ഞങ്ങളുടെ ഭൂമിയിലുള്ള സകല ജനങ്ങളും, എല്ലാ മേഖല ജോലി ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകാരെയും, എല്ലാ രാജ്യങ്ങളും, എല്ലാ ഭരണ സംവിധാനങ്ങളും, എല്ലാ മത സാമൂഹ്യ സാംസ്കാരിക മീഡിയ രംഗം നിൽക്കുന്നവരെ, എല്ലാ പിന്മാറ്റക്കാരെ കർത്താവ് സന്ദർശിച്ച് കർത്താവ് മടങ്ങി കൊടുക്കണമേ. അഗാധ ഗർത്തത്തിൽ പാപത്തിൽ ചെളിക്കൊണ്ട് വീണ് കിടക്കുന്നവരുണ്ട്, അവർക്കുള്ളൊരു മോചനം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. സകലോകത്ത് കൊടുക്കണേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.